വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിന്റെ തേർഡ് ചാനലാണ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാറോട്ട് ലവ് റീഡിംഗ് മലയാളം. സോ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് മറുപടി തരാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ്. ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ജൂൺ 1-ാം തീയതി എന്തോ സ്റ്റാർട്ട് ചെയ്ത ഡിസ്കൗണ്ട് ആണ്. 10 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലും പറ്റുമെങ്കിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ എനിക്ക് മെസ്സേജ് ചെയ്താൽ ബാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. ടെക്സ്റ്റ് മെസ്സേജ് ഒന്നും ചെയ്യരുത്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, വിളിക്കണ്ട, മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് ടു റീഡിംഗ്. ഈ വ്യക്തി നിങ്ങൾക്ക് മറുപടി തരാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ്. സോ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടത്ര ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിട്ട് നടത്തുന്നില്ലായിരിക്കാം. സോ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലും ആപ്ലിക്കബിൾ ആകുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ. ഇനിയിപ്പോൾ സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ പോലും തീർത്തും ഒരു തീരുമാനം പറയുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണക്ഷൻ അല്ല നിങ്ങൾക്കിടയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡൗട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് മറുപടി തരാത്തത്, അല്ലെങ്കിൽ മറുപടി തരാതെ ഒഴിഞ്ഞു മാറുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. സോ അതിന്റെ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ കുറച്ചും കൂടി ഒരു പേഴ്സണൽ റിലീഫിന് വേണ്ടിയിട്ട്, ഒരു മനസ്സ് കുറച്ചും കൂടി ശാന്തമാകാനും കൂടി വേണ്ടിയിട്ടും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് ദൂരെ അല്ലെങ്കിൽ കുറച്ചധികം വേറെ സ്ഥലത്തേക്ക് ദൂരേക്ക് മാറി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് മേ ബി വേറെ എന്തെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ വീട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതാകാം. അല്ലെങ്കിൽ അമ്പലങ്ങളോ പള്ളികളിലോ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ പള്ളികളിൽ ദർശിക്കാൻ പോകുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി വളരെയധികം ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സണ് സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അഡ്ജസ്റ്റന്റ് പോസിബിലിറ്റീസ് തന്നെ എപ്പോഴും സൂചിപ്പിക്കുന്നത് നമുക്കറിയാം, ഒരു വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഹോളാണ്. അതിലൊരു കുഴി പോലെ കാണിക്കുന്നുണ്ട് അല്ലെ, ഒരു വാതിലാണത്. അത് ഏറ്റവും മുന്നിൽ നമ്മൾ നടക്കുന്ന നടപ്പാതയിലാണ് അത് കിടക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കണേ, നമ്മൾ നോക്കിയും കണ്ടും നടന്നില്ലെങ്കിൽ ആ കുഴി കൂടെ നമ്മൾ ഉള്ളിലേക്ക് പോകും, താഴെ വീണ് പോകും എന്നുള്ളതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. കുറച്ചധികം ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് നമുക്കിവിടെ വ്യക്തമാണ്. അതിന്റെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള കാർഡ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ആ ഒരു 3 കാർഡ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമൊത്ത് യാത്ര ചെയ്യപ്പെടാനോ ഒക്കെയുള്ള സാധ്യതകൾ കാണിക്കുന്നു. ദിസ് ഇസ് ബിക്കോസ് ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, അതുപോലെ ഇതിൽ പലതരത്തില് ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഇപ്പോ തേർഡ് പാർട്ടി എന്ന് പറയും. ഇപ്പൊ ഈ പേഴ്സന്റെ അമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ടാകാം. അത്തരത്തിലുള്ള ഉപദേശങ്ങൾ ഈ പേഴ്സന് കൊടുക്കുന്നുണ്ടാകാം. സോ അതും ഒക്കെ ആയിട്ട് ഈ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇതിൽ ഏതാണ് നല്ല വ്യക്തി, അതായത് ഇതിൽ ആരാണ് തെറ്റ് ചെയ്യുന്നത്, ആരാണ് ശരി ചെയ്യുന്നത്, ആരുടെ ഭാഗത്ത് നിൽക്കണം, ആരെ വിശ്വസിക്കാം, ഇത്തരത്തില് കാര്യങ്ങൾക്ക് ഈ പേഴ്സൺ വളരെയധികം ഒരു ടഫസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുകൾ
അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടും നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ വ്യക്തി ആലോചിക്കുന്നുണ്ട്. സമാധാനപരമായിട്ടുള്ള തീരുമാനം തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് കുറച്ച് സമയം വേണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ. കാരണം പെട്ടെന്ന് ഒരു ഹറി ബറി ഡിസിഷൻ ഈ പേഴ്സൺ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ പേഴ്സണ് കുറച്ച് സമയം വേണം. നിങ്ങളുടെ ഭാഗം മാത്രമല്ല, മറ്റാരുടെയൊക്കെയോ ഭാഗം കൂടെ ഈ വ്യക്തിക്ക് കേൾക്കേണ്ട സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഭാഗം മാത്രം കേട്ടാൽ മതിയെങ്കിൽ ഈ പേഴ്സണ് വളരെ സിമ്പിൾ ആയിട്ട് ഈ പേഴ്സണ് എല്ലാ കാര്യവും നിങ്ങളുടെ അടുത്ത് വെട്ടി തുറന്നു പറയാം. നിങ്ങളായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താം. നിങ്ങളുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാം. പക്ഷേ ഇവിടെ വേറെയും ആളുകളുടെയും സാന്നിധ്യവും അവരുടെ ഭാഗവും കേൾക്കേണ്ടതുമായിട്ടുള്ള ഒരവസ്ഥ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ അഭിപ്രായം ഈ വ്യക്തിക്ക് കേൾക്കണം. അത് വെച്ചിട്ട് വേണം ഈ വ്യക്തിക്ക് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ മേ ബി ഈ പേഴ്സണോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം, വാട്ട് അബൌട്ട് അവർ മാരേജ്, അല്ലെങ്കിൽ വാട്ട് അബൌട്ട് അവർ ലവ് ജേർണി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രണയബന്ധത്തിന്റെ കാര്യം എന്താണ്, തീരുമാനമായോ, അല്ലെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കണ്ടേ, വീട്ടുകാരോട് പറയണ്ടേ, വീട്ടുകാരെന്ത് പറഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. സോ അത് ഈ പേഴ്സണ് ഒരു എന്താ പറയുക, ഒരു വെട്ടിത്തുറന്നുള്ളൊരു തീരുമാനം ഈ പേഴ്സണ് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ നമുക്ക് കെയറിങ് കണക്ഷൻസ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സണ് ഒരിക്കലും നിങ്ങൾ വേണ്ട എന്ന് വെക്കാനും സാധിക്കുകയുമില്ല. ഓക്കെ, വേണ്ട എന്ന് വെക്കാനും പറ്റില്ല, പക്ഷെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനും ഒരു ഡിസിഷനും എടുക്കാനുമുള്ള ആ ഒരു മാനസികാവസ്ഥയിലുമല്ല ഇപ്പോൾ ഈ വ്യക്തി ഉള്ളത്. അതുകൊണ്ട് ഈ പേഴ്സണ് നല്ല രീതിയിൽ അറിയാം, നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇല്ലെങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യവും കൂടെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ഫൈനൽ ഡിസിഷൻ തന്നെയായിരിക്കും. ഈ പേഴ്സൺ അവസാനമായിട്ട് പറയുന്ന മറുപടി തന്നെയായിരിക്കും ഈ പേഴ്സന്റെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റ് ചെയ്യിപ്പിക്കലാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവസാനത്തെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വിൽ ബി, അത് നിങ്ങൾക്ക് ഫേവറബിൾ തന്നെ ആയിരിക്കും. പക്ഷെ ഒരുപാട് ആളുകളുടെ ആ ഒരു അഭിപ്രായങ്ങളും കൂടെ ഈ വ്യക്തിക്ക് കണക്കിലെടുക്കേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, ഒരു മാരേജ് എന്ന് പറയുന്നതായാലും രണ്ടുപേരുടെ തീരുമാനത്തിൽ ക്വിക്കായിട്ട് ഹറിബറി ഡിസിഷൻ എടുക്കുന്ന ഒരു രീതിയല്ലല്ലോ. ഇറ്റ് ഷുഡ് ബി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവരുടെ ഒരു ഇൻവോൾവ്മെന്റും അവിടെ ഉണ്ടാകും. സോ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാൽ പീസ്ഫുൾ ആയിട്ട് നടക്കുക എന്നുള്ളതാണ്. സമാധാനപരമായിട്ടുള്ള രീതിയിൽ ഒരു കൂളായിട്ട് നടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. പേഴ്സണൽ റീഡിങ്, അതായത് ഡിസ്കൗണ്ട് ആണ്, ഈ ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് ചെയ്താൽ ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.